എത്ര പ്രായം മുതലാണ് നമ്മൾ ശരിക്കും കുട്ടിയെ ആണാണ് ഇത് പെണ്ണാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴും ശരിക്കും ഇവരുടെ ബോഡി പാർട്സിനെ സെപ്പറേറ്റ് ചെയ്ത് ഇതിങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പാരൻസ് ഒരു ധൈര്യം കാണിക്കേണ്ടത് ഏത് പ്രായം മുതലാണ് കുഞ്ഞുങ്ങളുടെ? കുഞ്ഞിനോട് നമ്മൾ കണ്ണ് മൂക്ക് കാത് എന്നൊക്കെ പറയുന്ന ആ സ്റ്റേജിൽ തന്നെ അവരുടെ പ്രൈവറ്റ് പാർട്സിൻ്റെ കറക്റ്റായിട്ടുള്ള പേരും പറഞ്ഞു കൊടുക്കണമെന്ന് തന്നെയാണ് റിസർച്ച് പറയുന്നത്. കാരണം റിസർച്ച് പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ചിൽഡ്രൻ ഹു ക്യാൻ ടോക്ക് ക്ലിയർലി അബൌട്ട് ദിയർ പ്രൈവറ്റ് പാർട്സ് ആർ സേഫർ ഫ്രം ചൈൽഡ് സെക്ഷൽ അബ്യൂസ്. അപ്പോൾ ഇത് എന്താ പറയുക, ഹെഡ് ഷോൾഡേഴ്സ് നീസ് ആൻഡ് ടോസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പാട്ടൊക്കെ പാടുമല്ലോ, അതുപോലെ തന്നെ ഇതിൻ്റെ വൾവയാണ് അല്ലെങ്കിൽ പീനസ് ആണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ഏത് ഏജിലാണോ കുട്ടിയോട് ബാക്കിയുള്ള ബോഡി പാർട്സിനെ കുറിച്ച് സംസാരിക്കുന്നത് അതുപോലെ തന്നെ വളരെ മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിട്ട് കാഷ്വൽ ആയിട്ട് പ്രൈവറ്റ് പാർട്സിനെ കുറിച്ചും കൂടി നമ്മൾ സംസാരിക്കുമ്പം എനിത്തിങ് റിലേറ്റഡ് ടു പ്രൈവറ്റ് പാർട്സ് ദേ വിൽ ബി ഏബിൾ ടു ടോക്ക് ടു അസ് അല്ലെങ്കിൽ റിപ്പോർട്ട് ടു അസ്. ഇപ്പോൾ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനൊരു വലിയൊരു വിഷയമായിട്ടൊരു ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ഉള്ള, അപ്പം അബ്യൂസ് വരെ ഒന്നും പോകേണ്ട കാര്യമില്ല. ഇപ്പം ജനറലി എനിക്ക് വേദനിക്കുന്നു, അപ്പം ഒരു കുട്ടിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റണല്ലോ. അപ്പോൾ പേരൻസ് തന്നെ മടിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സേ എല്ലാത്തിനെ കുറിച്ച് കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്ന പേരന്റ് പ്രൈവറ്റ് പാർട്സിന്റെ കാര്യം വരുമ്പം അത് ഇത് ആ സ്ഥലം അവിടെ ഇവിടെ അല്ലെങ്കിൽ പെറ്റ് നെയിംസ് അങ്ങനെയൊക്കെ പറയുമ്പം ഇതിലെന്തോ ഉണ്ടല്ലോ എന്നാണ് കുട്ടി ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ ഒരു ക്യൂരിയോസിറ്റി അല്ല അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതും ബാക്കി ഏത് ഭാഗത്തിനെ പോലെ തന്നെ അതിൻ്റെതായ ഫംഗ്ഷൻസ് ഉള്ള ഒരു ഭാഗമാണ്. അത് കുറച്ചുകൂടെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ഭാഗമാണ്. ബിക്കോസ് ഇറ്റ്സ് മോർ സെൻസിറ്റീവ്. കുറച്ചുകൂടെ നമ്മൾ ഹൈജീനിക് ആയിട്ട് നോക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ എല്ലാവരും കവർ ചെയ്ത് വെക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അതിനെ പ്രൈവറ്റ് പാർട്സ് എന്ന് വിളിക്കുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ് എത്ര ഏർലി ആയിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു അത്രയും നല്ലതാണ്. സ്റ്റഡീസിൽ അത് ഉൾപ്പെടുത്തുന്നതിൻ്റെ അത് ഒരുപാട് ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ചിലപ്പോൾ ഉൾപ്പെടുത്താനുള്ള സാധ്യതകളൊക്കെ മുന്നിട്ടുള്ളതാണ്. പക്ഷേ എങ്കിലും അത് പലയിടത്തും ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നതൊക്കെ കൊണ്ട് തന്നെ ചോദിക്കട്ടെ, എത്രത്തോളം അവെയറാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട്? ഇപ്പോൾ നമ്മൾ പുസ്തകങ്ങളിൽ നമ്മൾ 4ാം ക്ലാസ് മുതലൊക്കെ റീപ്രൊഡക്ടറി ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിലും കുട്ടികളുടെ പൂർണ്ണമായിട്ടൊരു സെക്സ് എഡ്യൂക്കേഷൻ എന്താണ്? ഈ സെക്സ് എന്ന് പറയുന്ന വാക്ക് തന്നെ വളരെയധികം നമ്മളെങ്ങനെ പ്രയോഗിക്കും, അത് പറയണമോ? ഒരു പേപ്പറിൽ പോലും അത് കണ്ടാൽ പോലും അത് മാറ്റിമറിക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊരു ഇൻറ്റിമേറ്റ് സീൻ ടി വിയിലോ സിനിമയിലോ പരസ്യത്തിലോ കണ്ടാൽ പോലും പാരൻസും ഓക്കേർഡ് ആവുന്നു, അല്ലെങ്കിൽ കുട്ടികളും അതെങ്ങനെ എഴിച്ചു പോകാൻ പറയുന്നു, അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇത് ശരിക്കും നമ്മൾ അങ്ങനെ ആ ഒരു വാക്കിനോടോ ആ വാക്കുമായി ബന്ധപ്പെട്ടോ അത്തരത്തിലൊരു ഓക്കേർഡ് ഫീൽ കാണിക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഡൈജസ്റ്റീവ് സിസ്റ്റം പോലെയാണ് നമ്മുടെ എല്ലാവരുടെയും ബോഡിക്കകത്ത് കിടക്കുന്ന ഒരു സാധനമാണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. മെയിൽ ബോഡിയിൽ അതിനൊരു റോളുണ്ട്, ഫീമെയിൽ ബോഡിയിൽ ഒരു റോളുണ്ട്. അത് കൂടാതെ ഇപ്പോൾ ഫീമെയിൽസിനാണെങ്കിൽ തന്നെ അതിനോടനുബന്ധിച്ച് എടുക്കുന്ന ബാക്കി യുറീത്രയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാവരും ഉണ്ടല്ലോ. അത് റീപ്രൊഡക്ഷൻ മാത്രമല്ലല്ലോ ഒരു പെൽവിക് ഫ്ലോറിൽ സംഭവിക്കുന്നത്. അപ്പം ഒന്നിനെക്കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യത്തെക്കുറിച്ച് പറയേണ്ടി വരും. അപ്പോൾ ബേബി വരുന്നത് സുസു പോകുമ്പോഴാണോ അമ്മ ബേബി വരുന്നത്, അപ്പോൾ ഇത് വേറെ അത് വേറെ എന്നുള്ളത് ആ സമയത്ത് നമ്മൾ പറയണല്ലോ. അപ്പം എത്രത്തോളം നമ്മൾ ക്ലാരിറ്റി കൊടുക്കുന്നോ ആ ഒരു ഏജ് അപ്രോപ്രിയേറ്റ് സെക്ഷൽ ഡെവലപ്മെൻറ്റ് ആ കുട്ടിയിൽ ആകുന്ന സമയത്ത് വരുന്ന ചോദ്യങ്ങൾക്കുള്ള ആൻസേഴ്സ് നമ്മൾ അതിനനുസരിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻസും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ വരാൻ സാധ്യത കുറവാണ്. പ്ലസ് പേരൻസ് ഇതുമായിട്ട് ഓപ്പൺ അല്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ആ കുട്ടിയുടെ ഉള്ളിലോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിനെക്കുറിച്ച് ഇപ്പോൾ ക്ലാസ്സിലൊരു ക്രഷ് ഉള്ളതിനെ കുറിച്ചോ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചോ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ എന്നെ ഷെയിം ചെയ്യുമോ, ജഡ്ജ് ചെയ്യുമോ, ബുള്ളി ചെയ്യുമോ, എന്നെ വഴക്ക് കുറയോ എന്നൊക്കെയുള്ള ഒരു തോട്ട്സ് ഒക്കെ കുട്ടിക്കുണ്ടാവും. അപ്പോൾ എത്രത്തോളം നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നു അത്രത്തോളം ആ കുട്ടിക്ക് ദാറ്റ് ചൈൽഡ് ഗെറ്റ്സ് എ സ്പേസ് ടു ഓപ്പൺ അപ്പ് അബൌട്ട്. ഈ അബ്യൂസ് ആണ് എല്ലാവരുടെ മൈൻഡിൽ കിടക്കുന്നത്. അബ്യൂസ് അല്ല, അബ്യൂസ് സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും ചൈൽഡ് ഹാസ് ടു കം അപ്പ് ടു അസ് ഫോർ സംതിങ് ഓർ ദി അതർ. അപ്പം എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂ പോലും സംഭവിക്കാമല്ലോ, വേദനകൾ ഉണ്ടാവാം, ഇൻഫെക്ഷൻസ് ഉണ്ടാവാം, എന്തിനെക്കുറിച്ചാണെങ്കിലും വന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ അങ്ങനെ ഒരു എൻവയൺമെന്റ് ഉണ്ടെങ്കിലേ നമുക്ക് പറ്റത്തുള്ളൂ. പിന്നെ പേരൻസിന്റെ ഉള്ളിൽ ആ സ്റ്റിഗ്മയും ടാബുവും ഒക്കെ നമ്മുടെ ജനറേഷനിൽ ഇറ്റ് വാസ് നോട്ട് റിയലി ഓപ്പൺലി സ്പോക്കൺ അബൌട്ട്. ഇപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഏതൊരു സബ്ജക്റ്റിനെ കുറിച്ചും കുറെ നാൾ സംസാരിച്ച് ആ സ്റ്റിഗ്മയും ടാബും ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പീരിയഡ്സ് ആണെങ്കിൽ തന്നെ ഒരു കാലഘട്ടത്തിൽ ആൺകുട്ടികൾ ഇത്രത്തോളം ഇൻവോൾവ് ആയിട്ട് സംസാരിച്ചിരുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് തന്നെ വീട്ടിലുള്ള കുടുംബത്തിലുള്ള ആണുങ്ങളുടെ അടുത്തൊരു പാഡ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയാനൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല, രഹസ്യം കാണിച്ച് നമ്മളിങ്ങനെ സീക്രസി അല്ലായിരുന്നു എല്ലാം. ഇപ്പൊ ഇന്ന് അതൊക്കെ മാറിയില്ലേ. അതുപോലെ തന്നെ ഇപ്പം പാഡുകളുടെ അഡ്വർടൈസ്മെന്റിലാണെങ്കിൽ തന്നെ റെഡ് കളറിൽ ഫ്ലൂയിഡ് കാണിക്കുന്നു. അതൊക്കെ വന്ന് ഓരോരോ കുഞ്ഞു മാറ്റങ്ങളുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാലത്ത് നമ്മളിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ ഇന്റർവ്യൂ തന്നെ ഒരു വിധത്തിൽ ഒരു അവയർനെസ് തീർച്ചയായിട്ടും പ്രോഗ്രാമാണ്. അപ്പം
അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും തോറും ദ മോർ യു ഗെറ്റ് ടു ഹിയർ അബൌട്ട് സംതിങ് നമുക്ക് ആ ഒരു അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റിഗ്മ നമ്മൾ തന്നെ അങ്ങ് റിലാക്സ് ചെയ്ത് തുടങ്ങും അകത്ത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ എന്ന് നമുക്ക് തോന്നാൻ തുടങ്ങും.